ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികളുടെ അന്തർദേശീയ ദിനം. ജൂൺ 4 അതിക്രമങ്ങൾക്കിരയായ നിരപരാധികളായ കുട്ടികളുടെ അന്തർദേശീയ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 1982 എടുത്ത തീരുമാനപ്രകാരമാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ലബനൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളിൽ ഇരകളായ പാലസ്തീനിലെയും ലബനനിലെയും കുട്ടികളുടെ അവസ്ഥ മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു ദിനത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ ചിന്തിച്ചത്. കുട്ടികൾക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും അവസാനിപ്പിക്കാനും അവർക്ക് സുരക്ഷിതമായ ഒരു ലോകം ഉറപ്പാക്കാനും ഈ ദിനം അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ലോകപ്രശസ്ത പ്രസംഗം. പ്രഭാഷണ കലകളുടെ പ്രാഭവത്തെക്കുറിച്ചും സ്വാധീനത്തെക്കുറിച്ചും പറയുമ്പോൾ ഉദ്ധരിക്കപ്പെടുന്ന ആദ്യ വ്യക്തികളിൽ ഒരാളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയുമായ വിൻസ്റ്റൺ ചർച്ചിൽ. വാക്കുകൾക്ക് വെടിയുണ്ടകളേക്കാൾ ശക്തിയുണ്ടെന്ന വാദത്തെ അന്വർത്ഥമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗവും. അത്യുജ്വലങ്ങളായ നിരവധി പ്രസംഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ജനതയെ ആവേശം കൊള്ളിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ലോകശ്രദ്ധേയവുമായ പ്രസംഗം അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 1940 ജൂൺ 4 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളം ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്ന ഘട്ടമെത്തിയ വേളയിലായിരുന്നു ആ പ്രസംഗം. ഫ്രാൻസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ജർമ്മൻ നാവിക സൈന്യം ഇംഗ്ലീഷ് ചാനൽ താണ്ടി ബ്രിട്ടനിലേക്കും എത്തുമെന്ന ഭയം ബ്രിട്ടനെ ബാധിച്ച സമയമായിരുന്നു അത്. നാം അന്ത്യം വരെ പൊരുതും, ഫ്രാൻസിൽ യുദ്ധം ചെയ്യും, കടലുകളിലും സമുദ്രത്തിലും യുദ്ധം ചെയ്യും, നാം വായുവിൽ യുദ്ധം ചെയ്യും, വയലുകളിലും തെരുവീഥികളിലും നാം പോരാടും, മലകളിലും നാം യുദ്ധം ചെയ്യും, നാം ഒരിക്കലും കീഴടങ്ങുകയില്ല എന്ന് തുടങ്ങുന്ന അരമണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം റേഡിയോ പ്രക്ഷേപണം വഴിയും പത്രങ്ങൾ വഴിയും ലോകമറിഞ്ഞു. ഇത് ബ്രിട്ടീഷ് സൈനികരെയും ബ്രിട്ടീഷ് ജനതയാകമാനവും ആവേശം കൊള്ളിച്ചു. നാം അവരോട് സാഗരതീരങ്ങളിൽ യുദ്ധം ചെയ്യും എന്ന തലക്കെട്ടിൽ ഈ പ്രസംഗം ലോകശ്രദ്ധേയമായി തീർന്നു.